അവൻ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ വിശദീകരിക്കുന്നു. അബുൽ മവാഹിബ് അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലോ അന്നൽ ഫുഖഹാ ആദതൻ യഅ്തനൂന അൽ-ഇൽമ യഅ്തനൂന ബിൽ അമലി ബിൽമിഹി കമാ യഅ്തനി ബിഹി الصوفിയ്യത്തു ലകാനൂ ഹുവ الصوفിയ്യ വലം യുഹബ്ബിതു താലിബൻ ഇലാ ഗൈരിഹി കമാ കാന അലൈഹി السلف الصالح من العلماء. ബഹുമാനപ്പെട്ട അബുൽ വഹാബ് ശഅറാനി അബുൽ മവാഹിബ് അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്ന ഹഖീഖത الصوفി ഹുവ ആലിമുൻ. സൂഫി എന്ന് പറഞ്ഞാൽ ആലിമാണ്. സൂഫി എന്നത് ആലിം അമില ബിഅമലിഹി അമില ബിഇൽമിഹി, ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുടെ പേരാണ് അലാ വജ്ഹിൽ ഇഖ്ലാസ് ലാ ഗൈറു. ഇഖ്ലാസോടെ അമൽ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുടെ പേരാണ് സൂഫി എന്നത്. വഖാല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആയിരുന്നു മഅദലാലതിഹി, ഉന്നതമായ ബഹുമതി അദ്ദേഹം നേടിയെടുത്തതോടൊപ്പം വിചാരിച്ചു സൂഫിയ, സൂഫികളുടെ അടുത്ത് പോയി നിൽക്കും. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതവര്യൻ ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിം ഖുറൈശി, ഖുറൈശിയിൽ ഒരു ആലിം വരാനുണ്ട് എന്റെ തറവാട്ടിൽ, എന്റെ കുടുംബത്തിൽ. യൗലൗ തിവാഖൽ അർളി ഇൽമ, ഭൂമുഖം ഒന്നാകെ ഇൽമ കൊണ്ട് നടക്കുന്ന പണ്ഡിതൻ എന്ന് നബികൾ തന്റെ അടുത്ത നൂറ്റാണ്ടിൽ വരുന്ന ഇമാം ശാഫിഈക്ക് സൂചന കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ആ ഇമാം ശാഫിഈ തങ്ങൾ സൂഫിയാക്കളുടെ മജ്‌ലിസിൽ പോയി ഇങ്ങനെ ഇരിക്കും. അവർ പറയുന്ന എന്ന് നോക്കുമ്പോൾ ഷാഫി ഇമാമിന് ഭയങ്കര മനസ്സിന് സന്തോഷമാണ്, മനസ്സിന് കുളിരാണ്, റാഹത്താണ് സൂഫിയാക്കളുടെ ഇൽമ കേൾക്കാൻ. അപ്പോൾ ബഖീലഹു, ആരോ അവരോട് ചോദിച്ചു, ഇക്കൂട്ടരുടെ അടുത്ത് പോയി എന്നിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? ഇത്ര വലിയ ആലിമായ നിങ്ങളെക്കാൾ എത്രയോ ഇൽമ കൊണ്ട് താഴ്ന്നവരായ ഈ സൂഫികളുടെ മജ്‌ലിസിൽ പോയി എന്നിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഫത്തു മിൻഹും ശൈഇൻ, ഞാൻ അവരുടെ മജ്‌ലിസിൽ പോയി എന്നിട്ട് ഇപ്പോൾ രണ്ടെണ്ണം എനിക്ക് കിട്ടി. ഞാൻ അവരുടെ മജ്‌ലിസിൽ പോയി എന്നിട്ട് രണ്ട് കാര്യം കിട്ടി. എന്താണ് രണ്ട് കാര്യം? ഖൗലുഹും, ഒന്ന് അവർ പറഞ്ഞത് അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഹു ഖതഅക എന്ന ആപ്തവാക്യം. അറബികളുടെ ഇടയിൽ വലിയ ആപ്തവാക്യമാണ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഹു ഖതഅക. അൽ വഖ്തു സൈഫുൻ ട്രാൻസ്ലേഷൻ ചെയ്താൽ സമയം അത് വാള. അൽ വഖ്തു സൈഫുൻ, സമയം അത് വാള. ഇല്ലം തഖ്തഹു, ആ സമയത്തെ നീ മുറിച്ചിട്ടില്ലെങ്കിൽ, സമയത്തെ നീ മുറിച്ചിട്ടില്ലെങ്കിൽ ഖതഅക, അത് നിന്നെ മുറിച്ചു കളയും. ഞാൻ സൂഫികളുടെ മനസ്സിൽ നിന്ന് ഞാൻ പഠിച്ചെത്തിയ കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അറബികളുടെ ഇടയിൽ വ്യാപകമായ വളരെ പ്രസിദ്ധിയുള്ള ഒരു ആപ്തവാക്യമാണ് അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഹു ഖതഅക. അത് ഞാൻ അവരിൽ നിന്ന് പഠിച്ചതാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. രണ്ടാമത് ഖൗലുഹും, അവർ പറഞ്ഞതാണ് എനിക്ക് കിട്ടിയത്, ഇല്ലം തസ്തഖിൽ നഫ്സക ബിൽ ഖൈർ ശഗലതക ബിശ്ശർർ, നിന്റെ നഫ്സ് കൊണ്ട് നീ ഖൈറിനെ, നിന്റെ നഫ്സിനെ നീ ഖൈർ കൊണ്ട് ശുഗലാക്കിയില്ലെങ്കിൽ നഫ്സ് നിന്നെ ശർർ കൊണ്ട് ശുഗലാക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത്തരം സൂഫികളുടെ മജ്‌ലിസിൽ പോയി ഇരിക്കാറുണ്ട്. വകദാലിക ഖാല ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആരാണ്?
തസവുഫ് എന്നത് അല്ലെങ്കിൽ തസവുഫിന്റെ ഉലമാ എന്നത് നമ്മുടെ ദീനിന്റെ ഉലമാക്കൾ വളരെ ബഹുമാനം കൊടുത്ത സംഗതിയാണ്. ഈ തസവുഫിലൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാലിക്, അതിന് സാങ്കേതികമായി പറയുന്ന ഭാഷയാണ് സാലിക്. ത്വരീഖത്തിന്റെ ഈ റൂട്ടിൽ പ്രവേശിക്കുന്ന ആൾ മഖ്ദൂദ് തന്നെ ഫത്വൽ മുഈൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫൽയഹ്ഫദൻ ഹാദൽ മസായ ആമിലാ. മൻ റാമ അൻ യസ്ലുക, ആരെങ്കിലും ഒരാൾ സുലൂക്കിനെ ഉദ്ദേശിച്ചാൽ ത്വരീഖൽ ഔലിയാ, ഔലിയാവിന്റെ വഴിയിലേക്ക് സുലൂക്കിനെ ഉദ്ദേശിച്ചാൽ ആ വഴിയിൽ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാണ് സാലിക് എന്ന സാങ്കേതികമായ ശബ്ദം ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കിതാബുകളിലുണ്ട്. പ്രത്യേകിച്ച് അസ്സൈർ വസ്സുലൂക്ക് പോലുള്ള കിതാബുകളിൽ അത് പ്രത്യേകം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോ സാലിക്കായ ഒരാൾ അല്ലാഹുവിന്റെ ഹഖീഖത്തിലേക്ക്, ശരീഅത്തിന്റെ ഹഖീഖത്തിലേക്ക്, അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന ആ വഴിയിൽ കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശൈഖ് നിർബന്ധമാണ്. ആ വഴിയിൽ വഴികാട്ടുന്ന ഒരാൾ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. പലരും പറയും ശൈഖിനെ സ്വീകരിക്കുന്ന നിർബന്ധമാണ്, നിർബന്ധമില്ല എന്നൊക്കെ പറയുന്ന സംവാദങ്ങളും തർക്കങ്ങളൊക്കെ കേൾക്കാം. നമ്മുടെ അവരുടെ ഇബാദത്തുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമാകും. നിരുപാധികം ഒരാൾക്ക് സുലൂക്ക് നിർബന്ധമില്ല, ശൈഖ് നിർബന്ധമില്ല. ശൈഖില്ലാതെ ഒരാൾക്ക് വെറും കിതാബും സുന്നത്തും പിടിച്ച ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് ജീവിക്കാം. പക്ഷേ അത് വളരെ ദുഷ്കരമാണ് വഴി. ഇമാം ഷഹറാനിയൊക്കെ പരീക്ഷിച്ചിട്ട് ആകുലാന്ന് കണ്ടെത്തിയിട്ട് ശൈഖിന്റെ പിന്നാലെ പോയത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരീക്ഷിച്ചിട്ട് ശൈഖിനെ കണ്ടെത്തിയിട്ടാണ് അവർക്ക് ഉസൂൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരഈയായ നിർബന്ധമില്ലെങ്കിലും ദാഹിക്കുന്നവർക്ക് വെള്ളം നിർബന്ധമാണ് എന്നതുപോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് നിർബന്ധമായി വരും. അതോടൊപ്പം സുലൂക്ക് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ശൈഖ് നിർബന്ധമാണ്. ശൈഖില്ലാതെ സുലൂക്ക് സാധ്യമല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അത് പല സ്ഥലങ്ങളിലും പറയുന്നു. സുലൂക്കിനെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ശൈഖ് മുജൂബാണ്. ശൈഖില്ലാതെ സുലൂക്കിലേക്ക് കടന്നാൽ വളരെ അപകടങ്ങൾ ഉണ്ടാകും. ഒരിക്കലും അവന്റെ മഖ്സൂദിലേക്ക് അവൻ എത്തിപ്പെടുകയില്ല. നോക്കൂ, ബഹുമാനപ്പെട്ടവർ പറയാം, ഇന്നമാ കാനൽ ഇൻസാനു ലാ യഖ്ദിറു അലാ സുലൂകി തരീഖിൽ ഖൗമി ബിഗൈരി ശൈഖ്. ശൈഖില്ലാതെ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ലിഅന്നഹാ തരീഖു സുലൂകിൻ ഫിൽ ഗൈബ്, കാരണം അത് ഗൈബിലേക്ക് കടക്കുന്ന വഴിയാണ്. ഔ ഗൈബിൽ ഗൈബ്, അല്ലെങ്കിൽ ഗൈബുൽ ഗൈബിലേക്ക് കടക്കുന്ന വഴിയാണ്. ഗൈബ് എന്നത് മറഞ്ഞത് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അല്ലാഹുവിന്റെ ലോകത്തേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതൊരുപാട് ഉൾക്കടലുള്ള വഴിയാണ്. അതാണ് ഗൈബ്. നമ്മളുടെ ദൃശ്യ ലോകത്തിനപ്പുറമാണ്. ഔ ഗൈബിൽ ഗൈബ്, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളാണ് വഴി. അതുകൊണ്ട് തന്നെ ഒരു അറിയാത്ത ഉള്ളിലുള്ള വഴിയിലൂടെ പോകുമ്പോൾ വഴികാട്ടി വേണം എന്നത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ശൈഖ് വേണം. അതിന് ബഹുമാനപ്പെട്ടവർ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറഞ്ഞ് പിന്നെയും അത് വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കം പറയട്ടെ, വേറെയും ഒരുപാട് ഇബാദത്തുകൾക്ക് സംബന്ധമായി വായിക്കാൻ കഴിയും. ഇബാദത്തിന്റെ വാക്കുല്യമല്ലല്ലോ, വിഷയത്തിന് ഒരു സൂചിക എന്ന നിലയ്ക്ക് ഒരു ഉദ്ധരണി വായിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ത്വരീഖത്തിന്റെ വഴി അല്ലാഹുവിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശൈഖിനെ സ്വീകരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, നിഷ്പക്ഷമായ ഒരു സംസാരമാണ് ഞാൻ ഇവിടെ നടത്തിയത്. അങ്ങനെ വരുമ്പോൾ ചില ആളുകൾ പറയും, എന്താണ് ശൈഖ് എന്ന് പറഞ്ഞാൽ മുറബിയായ ശൈഖിൽ നിന്ന്